ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കിച്ചൺ ടൂർ വീഡിയോ ആയിട്ടാണ്. എല്ലാ സൗകര്യങ്ങളോടെയും ഒരുക്കിയിട്ടുള്ള ഒരു സിമ്പിൾ കിച്ചനാണ്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു വീടിൻ്റെ കിച്ചനാണ്. വളരെ ആർഭാടങ്ങളൊന്നുമില്ലാതെ സിമ്പിളായിട്ട് ചെയ്തെടുത്തിട്ടുള്ള, ഒറ്റ നിലയിൽ തീർത്തിട്ടുള്ള നല്ലൊരു വീടാണ്. എല്ലാ സൗകര്യങ്ങളോടെയും ചെയ്തെടുത്തിട്ടുള്ള വീട് തന്നെയാണ്. ഒരുപാട് ആർഭാടങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കിച്ചനും അതുപോലെ തന്നെ നല്ല സിമ്പിളായിട്ട് സൗകര്യങ്ങളോടെ ചെയ്തെടുത്തൊരു കിച്ചനാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിനു മുമ്പേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അതല്ല സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ കിച്ചണിലോട്ട് പോകുന്നൊരു പാസേജാണിത്. കിച്ചൻ്റെ ഡോറ് വന്നിട്ട് ഗ്ലാസും അതുപോലെ തന്നെ ഫെറോ മെംബ്രെയിൻ ഡോറാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഹാഫ് പോർഷൻ ഗ്ലാസ്സാണ്. അപ്പോൾ ഇതാണ് കേട്ടോ കിച്ചന്. ഇവിടെ ഇറ്റാലിയൻ മാർബിളിൻ്റെ ആ ഒരു ലുക്ക് കിട്ടുന്ന തരത്തിലുള്ളൊരു ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. വീടിന് മൊത്തത്തിൽ ആ ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഫ്ലോറിങ്ങിൽ. അതുതന്നെയാണ് കിച്ചണിന് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ കിച്ചൻ്റെ കളർ തീം വളരെ ഡിഫറെൻ്റാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡിലുള്ളൊരു കളറും ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡിലോട്ട് വരുന്നൊരു കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കബോർഡിൻ്റെ കളറ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കിച്ചൻ്റെ വാൾ ടൈൽ കൊടുത്തിട്ടുള്ളത് ഒരു ബ്രൗൺ ഷെയ്ഡാണ്. ഒരു വുഡൻ ഷെയ്ഡിലുള്ള കളറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കിച്ചൺ തന്നെയാണ് ഇവർ വർക്കിംഗ് കിച്ചനായിട്ട് ഉപയോഗിക്കുന്നത്. സിങ്കും അതുപോലെ സ്റ്റൗവും ഫ്രിഡ്ജും എല്ലാം ഈ ഒരു കിച്ചണിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ നല്ല ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് ഒരു വലിയൊരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗം ഗ്ലാസ് ഡോറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ക്രോക്കറി ഷെൽഫ് പോലെ മുകൾ ഭാഗം ചെയ്തിട്ടുണ്ട്. അടിഭാഗം സ്റ്റോറേജ് സാധാരണ നമ്മുടെ ക്യാബിനറ്റായിട്ട് കൊടുത്തിരിക്കുകയാണ്. പിന്നെ അതാ ഈ കോർണറിൽ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ഷെൽഫും ക്ലോസ്ഡ് ഷെൽഫും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ വെക്കുന്ന ഒരു കൊട്ട ഒരു മൂലയിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റൗവിൻ്റെ അടുത്തായിട്ട് നമ്മൾ പാചകത്തിന് ഉപയോഗിക്കുന്ന പാനുകളും ഒക്കെ തവികളൊക്കെ അവിടെ അങ്ങനെ ഒരു ഇതിൽ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീടിന് അടുക്കളക്ക് സ്റ്റോർ റൂം കൊടുത്തിട്ടില്ല. പക്ഷേ ആ ഒരു സ്റ്റോർ റൂം ഇല്ലാത്തത് ഇവിടെ അറിയാത്ത രീതിയിൽ ഒരുപാട് സ്റ്റോറേജ് സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. തൊട്ടപ്പുറത്തോട്ടൊരു വർക്ക് ഏരിയ ഉണ്ട് കേട്ടോ. അവിടെയും നന്നായിട്ട് സ്റ്റോറേജ് സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വലിയ ഷെൽഫുകളൊക്കെ കൊടുത്തിട്ട് ഒരു സ്റ്റോർ റൂമിൻ്റെ ആ ഒരു കുറവ് അറിയാത്ത രീതിയിലുള്ള സ്റ്റോറേജാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഈ കോർണറിൽ നല്ലൊരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ഷെൽഫും ക്ലോസ്ഡ് ഷെൽഫും കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തുള്ള ഈ ഒരു കോർണറിലായിട്ടും അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് ഷെൽഫ്. അതും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഓപ്പൺ ഷെൽഫും ഉണ്ട്, കൂടെ തന്നെ ക്ലോസ്ഡ് ഷെൽഫും കൊടുത്തിട്ടുണ്ട്. അവിടെ ഓപ്പൺ ഷെൽഫിൽ ഗ്ലാസ്സുകളെല്ലാം വളരെ മനോഹരമായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പല ടൈപ്പിലുള്ള ഗ്ലാസ്സുകളാണ് വെച്ചിട്ടുള്ളത്. മറ്റേ കോർണറിൽ അവിടെ വെച്ചിട്ടുള്ളത് സ്പൈസസ് ആണ് കേട്ടോ. അത് സ്റ്റൗവിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ പാചകത്തിന് ആവശ്യമായിട്ടുള്ള സ്പൈസസ് ഒക്കെയാണ് അവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കിച്ചൻ്റെ കളർ തീം തന്നെയാണ് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ട് നമുക്ക് തോന്നുന്നത്. ഫ്രിഡ്ജ് വെച്ചിട്ടുള്ളത് ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പോൾ നമുക്കിനി ഷെൽഫുകളൊക്കെ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. ഇതൊക്കെ വലിയ ഷെൽഫുകളാണ് കേട്ടോ. ഒരുപാട് സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല സ്റ്റോറേജ് ഉള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റോർ റൂമിൻ്റെ കുറവ് നമുക്കിവിടെ ഒരിക്കലും അനുഭവപ്പെടില്ല. അപ്പോൾ ഈ ഒരു കോർണറിലെ ഷെൽഫിൽ താഴത്തായിട്ട് വെച്ചിട്ടുള്ളത് സ്പൈസസ് ആണ്. ഉള്ളിൽ വേറെ സാധനങ്ങളൊക്കെ അങ്ങനെ ക്ലോസ്ഡ് ഷെൽഫിനുള്ളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കബോർഡിൻ്റെ ഡോറുകൾ കൊടുത്തിട്ടുള്ളത് ACP ഷീറ്റാണ് കേട്ടോ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ളത്.
പിന്നെ ദാ ഇവിടെ ആ ഒരു വലിയ ഷെൽഫിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ ഒരു സ്ലൈഡിങ് ഡോറ് കൊടുത്തിട്ട് സോപ്പും ലിക്വിഡുകളൊക്കെ അതിൻ്റെ ഉള്ളിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇവിടെ ഈ ഒരു ഡോറ് കാണുന്നത് വർക്ക് ഏരിയയിലോട്ടുള്ള ഡോറാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വർക്ക് ഏരിയയുടെ അവിടെയാണ് വിറകടുപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് വലിയ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഏരിയ ഫുള്ളായിട്ട് സ്റ്റോറേജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, സ്റ്റോർ റൂം ഇല്ലെങ്കിലും അത്രയും ഏരിയ സ്റ്റോറേജിന് വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ബ്ലാക്ക് ഗ്രാനൈറ്റാണ് കൗണ്ടർ ടോപ്പിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പുകയില്ലാത്ത അടുപ്പാണ് വിറകടുപ്പായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇവിടെ ഗ്രില്ലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ചുമരിൻ്റെ ഈ ഒരു സൈഡിലും അതുപോലെ തന്നെ ഇവിടെ ഒരു സിങ്ക് ഉണ്ട്, ആ ഒരു ഏരിയയിലും വെച്ചിട്ടുള്ളത് ഗ്രിൽ ഡോറാണ്. അപ്പോൾ ഇവിടെ വലിയ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാൻ പറ്റുന്ന രീതിയിൽ വലിയൊരു സിങ്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ ആ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് നമുക്ക് വെള്ളം വരാൻ പറ്റുന്ന രീതിയിലൊരു തട്ടും ആ ഒരു ഗ്രില്ലുമ്പോൾ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും ടൈല് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു വുഡൻ കളറിലുള്ള നമ്മൾ നേരത്തെ കണ്ട അതേ സെയിം ടൈലാണ്, വുഡൻ ഷെയ്ഡിലോട്ട് വരുന്ന ഒരു ടൈലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഫ്ലോറിലും യൂസ് ചെയ്തിട്ടുള്ളത് ഒരു വുഡൻ ഷെയ്ഡിലുള്ള ടൈൽ തന്നെയാണ്, ഡാർക്ക് വുഡൻ ഷെയ്ഡിലോട്ട് വരുന്ന ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ അടിഭാഗത്തു നിന്നും മുകൾ വരെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഒരു സ്റ്റോറേജാണ് കൊടുത്തിട്ടുള്ളത്. ഒരു സ്റ്റോർ റൂമിൻ്റെ ഫെസിലിറ്റിയിൽ നമുക്ക് കിട്ടുന്ന തരത്തിലുള്ളിലൊക്കെ ഒരുപാട് സ്പേസ് ഉള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. റാക്കുകൾ കൊടുത്തിട്ട് അങ്ങനെ ഡോറ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ വലിയ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വർക്ക് ഏരിയയുടെ ഈ ഒരു ഭാഗം മൊത്തം ഇങ്ങനെ അങ്ങോട്ട് സ്റ്റോറേജ് ആക്കി കൊടുത്തിരിക്കുകയാണ് റാക്കുകൾ ഇട്ടിട്ട്. അപ്പോൾ ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമായിട്ട് തോന്നി. സ്റ്റോർ റൂം പോലെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടല്ലാതെ ഇങ്ങനെ ഡോറൊക്കെ വെച്ച് ക്ലോസ് ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അടിഭാഗത്ത് വലിയ ബക്കറ്റും കാര്യങ്ങളും നമുക്ക് അരിയൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൗകര്യമാണ്. ഇവിടുത്തെ ഡോറിൻ്റെ മുകൾ ഭാഗം ഗ്രില്ലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക്